നമസ്കാരം, അശ്വതിയാണ്. ഇന്നലെ വായിച്ചൊരു കാര്യമുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ലൈഫിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിട്ട് തോന്നി. അപ്പോൾ അതൊന്ന് വായിക്കാം. യു ആർ ഹോൾഡിംഗ് എ കപ്പ് ഓഫ് കോഫി ആൻഡ് സം വൺ ആക്സിഡൻ്റലി ബംപ്സ് ഇൻ ടു യു, കോസിങ് ഇറ്റ് ടു സ്പിൽ എവ്രിവെയർ. വൈ ഡിഡ് യു സ്പിൽ ദ കോഫി? ബിക്കോസ് സം വൺ ബംപ്ഡ് ഇൻ ടു മീ. കപ്പ് നിറച്ച് കാപ്പിയുണ്ട്, ആരോ വന്ന് ഇടിച്ചു, എല്ലായിടത്തും ആയി. എന്താ കാപ്പി എല്ലായിടത്തും ആയേ? കാരണം എന്നെ ആരോ വന്ന് ഇടിച്ചു. നമ്മളങ്ങനെയാണ് എപ്പോഴും പറയാറില്ലേ, ആരോ വന്ന് ഇടിച്ചു, കാപ്പി പുറത്തുപോയി. ബട്ട് ഇറ്റ്സ് സേയിങ് ഇറ്റ്സ് റോങ് ആൻസർ, തെറ്റായ ഉത്തരം എന്നാണ് പറയണേ. യു സ്പിൽ ദ കോഫി ബിക്കോസ് ദർ വാസ് കോഫി ഇൻ യുവർ കപ്പ്. ഇഫ് യു ഹാഡ് ബീൻ ടീ ഇൻ യുവർ കപ്പ് യു വുഡ് ഹവ് സ്പിൽഡ് ടീ. അതായത് കാപ്പി കളയാനുള്ള കാരണം കാപ്പി അതിനകത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ചായ ആയിരുന്നു അതിനകത്തെങ്കിൽ ചായ പോയെന്നെ, ഒന്നും ആ കപ്പിലില്ലായിരുന്നെങ്കിൽ ഒന്നും പുറത്തു വരത്തില്ല അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടിച്ചതല്ല കാപ്പി പുറത്തേക്ക് വരാനുള്ള കാരണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഇച്ചിരി കൺഫ്യൂസിങ് ആണ്, നമുക്ക് പിന്നെ നോക്കാം. Whatever is inside the cup is what will spill out. So when life shakes you up, whatever is inside you will come out. It's easy to pretend everything is fine until you are shaken. കപ്പിനകത്ത് എന്താണോ ഉള്ളത് അത് പുറത്ത് വരും എന്നാണ് പറയുന്നത്. ഇനി കപ്പ് മാറ്റി വെച്ചിട്ട് നേരെ ലൈഫിലേക്ക് വരികയാണ്. ജീവിതത്തിലും അതുപോലെ തന്നെ. ജീവിതം നമ്മളെ ഒന്ന് ഒലയ്ക്കുമ്പോൾ, ഒന്ന് പിടിച്ച് ഒലയ്ക്കുന്ന സമയത്തായിരിക്കും അകത്തുള്ളത് പുറത്തേക്ക് വരണമെന്ന് പറയണേ. എല്ലാം ഓക്കെ ആയിട്ട് പോകുന്ന സാഹചര്യത്തിൽ, കാര്യങ്ങളൊക്കെ നന്നായി പോകുമ്പോൾ ഇതുപോലെയൊക്കെ ഇരുന്ന് ഉപദേശിക്കാനും കാര്യങ്ങൾ പറയാനും സമാധാനം പറയാനും ഒക്കെ നല്ല രസമാണ്, എളുപ്പമാണ്. പക്ഷേ ഒലച്ച് വിടുന്ന സമയത്ത് എങ്ങനെയാണ്, എന്താണ് ആദ്യം പുറത്ത് വരുന്നതെന്നുള്ളത് കപ്പിനുള്ളിൽ അല്ലെങ്കിൽ നമുക്കുള്ളിൽ എന്ത് എന്നുള്ളത് അനുസരിച്ചിരിക്കും എന്ന് പറയണം. അപ്പം അതിനാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി കിടക്കുന്നത്. സോ വി ഹാവ് ടു ആസ്ക് അവർ സെൽഫ്, വാട്ട് ഇസ് ഇൻ മൈ കപ്പ്? എൻ്റെ കപ്പിനുള്ളിൽ എന്താണ് എന്നൊന്ന് ചോദിച്ചു നോക്കൂ എന്നാണ് പറയുന്നത്. when life gets tough, what spills over? ജീവിതം ബുദ്ധിമുട്ടാവുമ്പോഴാണല്ലോ നമ്മളിതൊക്കെ ഇങ്ങനെ ഓരോന്ന് അകത്ത് കിടക്കുന്നത്, അല്ലെങ്കിൽ തിക്തമായ കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നത്. എന്താ പുറത്ത് വരുന്നതെന്ന് ചോദിക്കണം. ഈസ് ഇറ്റ് ജോയ്, ഗ്രാറ്റിറ്റ്യൂഡ്, പീസ്, ഹ്യൂമിലിറ്റി? അതായത് ജീവിതമാകുമ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പം ഇത്രയും കാലം സന്തോഷമായിരുന്നു, ഇപ്പോൾ ഇച്ചിരി ഡൗൺ ആണെന്നുള്ള അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ്, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തന്നെയും എൻ്റെ കാര്യങ്ങൾ പോകുന്നുണ്ട്, അതിലും നമുക്ക് എത്ര മോശപ്പെട്ട സമയത്തും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ, ഒരു നന്ദി ഉണ്ടോ, അല്ലെങ്കിൽ ഒരു സമാധാനം, ഇതും കടന്നു പോകുമെന്ന് പറയില്ലേ, ഇതും മാറിപ്പോവും, കുറച്ച് കഴിഞ്ഞാൽ പഴയ സ്ഥിതിയിലേക്ക് വരും എന്നൊരു സ്വസ്ഥത, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാനുള്ളൊരു സമാധാനം കാണിക്കുന്നുണ്ടോ? അതാണോ, അതോ ഇനി ആങ്കർ, ബിറ്റർനെസ്, എ വിക്ടിം മെൻറ്റാലിറ്റി, എ ടെൻഡൻസി ടു ക്വിറ്റ്? അതായത് അതൊന്നും അല്ല, ഇനിയിപ്പോൾ ദേഷ്യമാണ്, അല്ലെങ്കിൽ കയ്പ് നീരാണ്, എല്ലാവരുടെ പുറത്തും എനിക്ക് എൻ്റെ സമയം ശരിയില്ല, അപ്പം എന്താ ബാക്കിയുള്ളവരൊന്നും ശരിയാവണ്ട. വിക്ടിം മെൻറ്റാലിറ്റി, എനിക്ക് മാത്രം ഇങ്ങനെ വന്നല്ലോ എന്നുള്ളൊരു രീതി, അങ്ങനെയുണ്ടോ? പിന്നെ അല്ലെങ്കിൽ ഇതൊന്നും ശരിയാവില്ല, എല്ലാം വിട്ടിട്ട് പോക്കളെ, അതാണോ പുറത്ത് വരണേ? ഇത് എന്താണ് പുറത്ത് വരണേന്നാണ് ചോദിക്കണത്, ജീവിതം പിടിച്ച് കുലുക്കുമ്പോൾ. റിമെമ്പർ, ലൈഫ് ഗീവ്സ് യു ദ കപ്പ്, യു ചൂസ് വാട്ട് ടു ഫിൽ ഇറ്റ് വിത്ത്. എല്ലാവർക്കും കപ്പ് തന്നു വിട്ടിട്ടുണ്ട് എന്നാണ് പറയണത്. അതിനകത്ത് എന്ത് നിറയ്ക്കണം എന്നുള്ളത് അവരവരുടെ കയ്യിലാണെന്ന് പറയുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക, റീഡിംഗ് ആയിരുന്നു ഇത്. കാരണം എല്ലാവർക്കും തരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കപ്പിനുള്ളിൽ നമുക്കിഷ്ടമില്ലാത്ത സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ ക്രമേണ അത് മാറ്റിയെടുത്ത് നല്ല കാര്യങ്ങൾ കൊണ്ട് നിറച്ച് വരാം. അപ്പോൾ ഒന്ന് കുലുക്കിയാലും അതൊക്കെ നമുക്ക് കൂടെ ഉണ്ടാവും എന്ന് പറയുന്നു. സാഹചര്യങ്ങൾ നന്നായിരിക്കുമ്പം നന്നായി പോകാൻ ബുദ്ധിമുട്ടില്ല. ഇല്ലാതെ ഒന്ന് വന്ന് ഇടിക്കുകയോ ഒന്ന് കുലുങ്ങുകയോ ചെയ്യുമ്പോൾ എന്ത് പുറത്ത് വരുന്നു എന്നുള്ളത് നമ്മൾ എന്ത് നിറയ്ക്കുന്നു എന്നനുസരിച്ചിരിക്കും. സോ യു ക്യാൻ ചൂസ് വാട്ട് ടു ഫിൽ ദ കപ്പ് വിത്ത്. ഓക്കെ, ശരി, നമസ്തേ.